Hi everyone, this is Amy from Needus Academy. Today we are going to look at one of the most important tasks in PTE reading, fill in the blanks. This task carries the highest marks and becomes easy once you know the right strategies. So let's break it down. First of all, here a task എന്താണെന്നുള്ളത് ആദ്യമേ നോക്കാം. Here, you will get a passage with several blank spaces in it, below which you will have multiple options to choose from. ഇവിടെ നമ്മളുടെ ജോലി എന്താണ്? Is to choose the most suitable word for each blank space based on meaning, context and grammar. ഇവിടെ നിങ്ങൾ ഗസ് ചെയ്യല്ല ചെയ്യേണ്ടത്, rather നമ്മളുടെ ലോജിക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ how well you can understand English sentences is also checked here. Now let me give you some strategies to ease this task. First strategy. Identify the part of speech. നമ്മൾ ഓരോ ബ്ലാങ്ക് സ്പേസിലേക്കും ഏതെങ്കിലും ഒരു വേർഡ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ബ്ലാങ്ക് സ്പേസിൽ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് ആവശ്യം നോക്കുക. അതവിടെ ഒരു വെർബ് ആണോ വേണ്ടത്, നൗൺ ആണോ, ഇനി അഡ്വർബോ അഡ്ജക്റ്റീവ് ആണോ വേണ്ടതെന്നുള്ളത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആക്യുറസി അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വാസ് എക്സ്ട്രീംലി ബ്ലാങ്ക് സ്പേസ്. നോക്കിക്കേ, അടുത്ത് നമുക്ക് വരുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ഏതായിരിക്കും? അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള നൗൺസിനെയും വേർബ്സിനെയും എലിമിനേറ്റ് ചെയ്യാം. ദിസ് ഇസ് വൈ ഹാവിങ് എ ബേസിക് ഗ്രാമർ അവെയർനെസ് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ PTE fill in the blanks. സെക്കൻഡ് സ്ട്രാറ്റജി, റീഡ് ദ ഫുൾ സെൻറ്റൻസ് ഫോർ മീനിങ്. ഒരിക്കലും നമ്മൾ ആ ഒരു ബ്ലാങ്ക് സ്പേസിന് മാത്രം ഫോക്കസ് ചെയ്യരുത്, ആ ഒരു എൻറ്റയർ സെൻറ്റൻസ് എല്ലായ്പ്പോഴും വായിക്കുക. ബിക്കോസ് മീനിങ് ഗീവ്സ് യു ദ ബിഗ്ഗസ്റ്റ് ക്ലൂ. ഇവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദാറ്റ് ടെൽസ് യു അതിൻ്റെ ടോൺ എന്താണ്, മീനിങ് എന്താണ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റും പറഞ്ഞുതരും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ട്രീറ്റ്മെൻറ്റ് വാസ് എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് ബ്ലാങ്ക് സ്പേസ് പേഷ്യൻസ് റിക്കവർ മോർ ക്വിക്ലി. ഇവിടെ നമുക്കറിയാം ആ ഒരു ബ്ലാങ്ക് സ്പേസ് എന്തിനായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, അവിടെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്തു എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, ഒരിക്കലും അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല. So in a way we can say if you understand the message അല്ലെങ്കിൽ meaning properly നമുക്ക് പകുതി wrong optionsനെ eliminate ചെയ്യാൻ വേണ്ടി പറ്റും. Third strategy, use collocations to choose the most natural word. PTE loves collocations. Collocations എന്ന് വെച്ചാൽ എന്താണ്? Word combinations that naturally go together. ഒരുമിച്ച് പോകുന്ന word combination ആണ് നമ്മൾ എന്താ പറയുക, collocations എന്ന് പറയുക. So having an understanding about collocations is very imperative here. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ make a decision, highly effective, play a role, raise awareness. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊളോക്കേഷൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഷീ മെയ്ഡ് എ ബ്ലാങ്ക് എഫോർട്ട്. ഇവിടെ നമ്മുടെ ആൻസർ ഉറപ്പായിട്ടും ഗ്രേറ്റ് എഫോർട്ട് എന്നേ വരത്തുള്ളൂ, ഒരിക്കലും എന്താവില്ല, സ്ട്രോങ് എഫോർട്ട് എന്ന് വരത്തില്ല. സോ നോയിങ് കൊളോക്കേഷൻസ് ഇൻ PTE എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് സ്കില്ലല്ല, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി നോയിങ്. ഇത് പഠിക്കാൻ വാട്ട് യു ക്യാൻ ഡു ഇസ് എവറി ഡേ ഒരു 5 to 10 കൊളോക്കേഷൻസ് പഠിക്കുക, അതോടൊപ്പം അതൊന്ന് എഴുതി വെക്കുക, സോ ദാറ്റ് യു ക്യാൻ ഓൾവേസ് റെഫർ ബാക്ക് ടു ദാറ്റ്. ആൻഡ് നോയിങ് ദിസ് വിൽ ഡെഫിനറ്റ്ലി പ്രൂവ് യൂസ്ഫുൾ വെൻ യു ആർ ചൂസിങ് ആൻസേഴ്സ് ഇൻ PTE റീഡിംഗ്. ഫോർത്ത് സ്ട്രാറ്റജി, ചെക്ക് ഇൻ ഗ്രാമർ മാർക്കേഴ്സ് അറൌണ്ട് ദ ബ്ലാങ്ക്. നമ്മൾ ആ ബ്ലാങ്ക് സ്പേസിന് ചുറ്റുമുള്ള സ്മോൾ വേർഡ്സിൽ ഫോക്കസ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ ആണോ, എ ആൻഡ് ദ പോലൊരു ആർട്ടിക്കിൾ ആണോ, ഇനി എന്തെങ്കിലും പ്രപ്പോസിഷൻസ് ലൈക്ക് ഇൻ, ഓൺ, അറ്റ് ഉണ്ടോ, അതല്ല ഇനി എന്തെങ്കിലും ലിങ്കിങ് വേർഡ്സ് ആൻഡ് ബട്ട് പോലുള്ള ലിങ്കിങ് വേർഡ്സോ അല്ലെങ്കിൽ ദിസ്, ദേ, ഹി എന്നൊക്കെ ഉള്ള പ്രോനൗൺസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത് വളരെ ടൈനി ക്ലൂസ് ആണ്, പക്ഷേ ഈ ടൈനി ക്ലൂസ് ടെൽസ് യു വാട്ട് ഫോം ഓഫ് വേർഡ് യു നീഡ്. ഹി ബോട്ട് ആൻ ബ്ലാങ്ക് അംബ്രല്ല. ഇവിടെയുള്ള ആൻ എന്നുള്ള ആർട്ടിക്കിൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, അടുത്ത വരുന്ന വേർഡ് ഒരു വവൽ സൗണ്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമാറ്റിക്കൽ അവയർനെസ് ഹെൽപ്സ് യു ടു ഗെറ്റ് ടു ദ ആൻസർ വെരി ക്വിക്ലി ഇൻ fill in the blanks. ഫിഫ്ത്ത് സ്ട്രാറ്റജി, യൂസിങ് ലോജിക് ആൻഡ് ജനറൽ നോളജ്. ചില സമയങ്ങളിൽ എല്ലാ ഓപ്ഷൻസും ഗ്രാമാറ്റിക്കലി റൈറ്റ് ആയിരിക്കും, അപ്പോൾ നമുക്ക് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ, ദാറ്റ് ഇസ് ലോജിക്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ അല്ലെങ്കിൽ ടിപ്പ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റെഗുലർ എക്സസൈസ് ഹാസ് ബീൻ ഷോൺ ടു ബ്ലാങ്ക് ഓവറോൾ മെൻ്റൽ ഹെൽത്ത്. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇംപ്രൂവ്, ക്രിയേറ്റ്, ഫോളോ, ഇമാജിൻ. ഇവിടെ നമുക്കറിയാം ലോജിക്കലി തിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് എന്നുള്ളൊരു വേർഡ് മാത്രമേ ഇവിടെ സ്യൂട്ട് ആകത്തുള്ളൂ. സോ വൊക്കാബുലറി ഡിഫിക്കൽട്ട് ആണ് അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്നു എന്ന് തോന്നിയാലും ഇഫ് യു ഹാവ് ഓർ ഇഫ് യു യൂസ് യുവർ ലോജിക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ആൻഡ് ദ ഫൈനൽ ഓർ ദ സിക്സ്ത് സ്ട്രാറ്റജി ഈസ് ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക്, മൂവ് ആൻഡ് റിട്ടേൺ ലേറ്റർ. യു ഷുഡ് നോട്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ എ സിംഗിൾ ബ്ലാങ്ക് സ്പേസ്. നമുക്കൊരു ആൻസർ നോക്കുന്ന സമയത്ത് ഇഫ് യു ആർ അൺഷുവർ, നമുക്കൊരു ആൻസറിൽ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ദാറ്റ്, കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് ദ ടെസ്റ്റ്, ദെൻ കം ബാക്ക്.
അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാസേജ് മൊത്തം വായിക്കുമ്പോൾ ഇതിന് മുന്നേ ഉള്ള സെൻറ്റൻസസ് എന്താണെന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും, വിച്ച് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ യു ടു ഗെറ്റ് ടു ദോസ് ആൻസേഴ്സ്. സോ ഡോണ്ട് ബി സ്റ്റക്ക് അറ്റ് എനി ബ്ലാങ്ക് സ്പേസ്, മൂവ് ഓൺ. ഇനി നമുക്ക് ഈ എല്ലാ സ്ട്രാറ്റജീസും കൂടെ വെച്ച് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. The research study aims to blank the benefit of early education, and the options are highlight, remove, predict, mistake. ഇവിടെ എയിംസ് ടു എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അടുത്ത പാർട്ട് ഓഫ് സ്പീച്ച് ഏതായിരിക്കും, വെർബ് ആയിരിക്കും വരുന്നത് അല്ലേ. കൊളോക്കേഷൻ ആണെങ്കിലോ ഹൈലൈറ്റ് ബെനിഫിറ്റ്സ് എന്നുള്ളത് വരും. ഇനി ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, വളരെ പോസിറ്റീവായിട്ട്. അപ്പോൾ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. And this is how you should think while you are attempting to fill in the blanks questions in PTE reading. Well, that is your complete guide to PTE reading. Fill in the blanks. Use these strategies together and you will see a huge improvement in your score. Thank you for watching.